നല്ല ഡ്രൈ ആയിട്ട് ഒരു ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാട്ടോ എന്ന് നോക്കണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫുൾ വിശദീകരിച്ച് നോക്കട്ടോ. അപ്പോൾ 450 ഗ്രാം ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. ഒരല്പം കുരുമുളക് പൊടി വേണം കൂട്ടട്ടോ. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ചേർത്ത് കൊടുക്കുക. നല്ല അരച്ചതാണ് കേട്ടോ. അതിലേക്ക് ഒരല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അവിടെ മാറ്റി വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് ഇതിൽ ഓയിൽ ഒഴിക്കുക. അതിൽ മൊത്തമായിട്ട് ഇട്ട് ഒന്നും ഇങ്ങോട്ട് പൊരിച്ചെടുക്കുക. ഭയങ്കര ഡീപ്പ് ഫ്രൈ ആവണ്ട കേട്ടോ. ഒന്നും ഷാലോ ഫ്രൈ ആയാൽ മതി. അതന്നെ ഒരു ഭാഗം വെന്ത് വരുമ്പോൾ മറ്റേ ഭാഗം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ അങ്ങോട്ട് കോരി മാറ്റി വെക്കുക. എന്നിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് ആ പൊരിച്ച ഓയിൽ തന്നെ കുറച്ച് നീക്കണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 10-12 വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് അതിൽ കണ്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് സവാള ഇങ്ങനെ ഇതളുകളാക്കി വേറെടുത്തിയത്, അതേപോലെ തന്നെ ചോപ്പ് ക്യാപ്സിക്കണ്ട്, പച്ച ക്യാപ്സിക്കണ്ട്, മഞ്ഞയൊക്കെ ഇട്ടാ കളർഫുള്ളായി നല്ല അടിപൊളിയാവും കാണാൻ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് ഡാർക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കുക, ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കി എല്ലായിടത്തും ഒന്നുകൊണ്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആദ്യം പൊരിച്ച് മാറ്റി വെച്ച ചിക്കനേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചിക്കനിൽ നമ്മൾ അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ സവാളയ്ക്കൊന്നും ഉപ്പ് ചേർക്കാത്ത. പിന്നെ സോസിലൊക്കെ ഉപ്പുണ്ടാവും അത്യാവശ്യം. എന്നിട്ട് ആ ചിക്കനും കൂടെ അതിൽ ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുക. ഇത് കുറച്ച് ഗ്രേവി ആക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഡ്രൈ ആയിട്ടാണ് കിട്ടേണ്ടത്. അത് കാരണമാണ് ഇതിങ്ങനെ കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചത്. എന്നിട്ട് അതിൻ്റെ മേലെ കൂടി ഒരു അല്പം സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്ത് വാരി വതറ സാധനം സെറ്റ്. നല്ല ഡ്രൈ ആയിട്ട് ഒരു ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാട്ടോ എന്ന് നോക്കണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫുൾ വിശദീകരിച്ച് നോക്കട്ടോ. അപ്പോൾ 450 ഗ്രാം ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. ഒരല്പം കുരുമുളക് പൊടി വേണം കൂട്ടട്ടോ. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ചേർത്ത് കൊടുക്കുക. നല്ല അരച്ചതാണ് കേട്ടോ. അതിലേക്ക് ഒരല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അവിടെ മാറ്റി വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് ഇതിൽ ഓയിൽ ഒഴിക്കുക. അതിൽ മൊത്തമായിട്ട് ഇട്ട് ഒന്നും ഇങ്ങോട്ട് പൊരിച്ചെടുക്കുക. ഭയങ്കര ഡീപ്പ് ഫ്രൈ ആവണ്ട കേട്ടോ. ഒന്നും ഷാലോ ഫ്രൈ ആയാൽ മതി. അതന്നെ ഒരു ഭാഗം വെന്ത് വരുമ്പോൾ മറ്റേ ഭാഗം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ അങ്ങോട്ട് കോരി മാറ്റി വെക്കുക. എന്നിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് ആ പൊരിച്ച ഓയിൽ തന്നെ കുറച്ച് നീക്കണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 10-12 വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് അതിൽ കണ്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് സവാള ഇങ്ങനെ ഇതളുകളാക്കി വേറെടുത്തിയത്, അതേപോലെ തന്നെ ചോപ്പ് ക്യാപ്സിക്കം